ആദ്യമായി റണ്ണിങ് ഷൂ വാങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യമായി റണ്ണിങ് ഷൂ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ബഡ്ജറ്റിനാണോ അതോ കംഫർട്ടിനാണോ? ബഡ്ജറ്റും കംഫർട്ടും ഒരേ രീതിയിൽ വരുന്ന ഷൂസ് നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഒരു ഷൂസ് തിരഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. ബഡ്ജറ്റാണ് നിങ്ങൾ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിപ്രണിൻ്റെ ജോഗ്ഫ്ലോ 190.1 നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. 2000 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഷൂസ് മാക്സിമം നിങ്ങൾക്ക് ഒരു 25 കിലോമീറ്റർ വരെ വീക്ക്ലി മൈലേജ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂസാണ്. പക്ഷേ ഹാഫ് മാരത്തോൺ പോലത്തെ ലോങ് ഡിസ്റ്റൻസുകൾക്ക് പറ്റിയൊരു ഷൂസ് അല്ല. ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് 5K 10K പോലത്തെ റേസസ് ഓടാനായിട്ട് ഈ ഷൂ ആവശ്യത്തിന് കേപ്പബിളാണ്. നിങ്ങൾക്ക് വീക്ക്ലി ഒരു 5K 10K ഈസി റൺസൊക്കെ ചെയ്യാനും ഇത് നല്ലതാണ്. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് വർക്കും ഈ ഷൂസിൽ ചെയ്യാം. ഇതിന് കുഷനിങ് ഒക്കെ വളരെ ശോഭമാണ്, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നിങ്ങൾ ബഡ്ജറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ കിപ്രൻ്റെ ജോഗ്ഫ്ലോ, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ടൈപ്പിൻ്റെ ETPU ഷൂസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ബഡ്ജറ്റ് നിങ്ങൾക്കൊരു വിഷയമല്ല, കംഫർട്ടാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഷൂസ് ഒരു ഡെയിലി ട്രെയിനറാണ് എപ്പോഴും ബെസ്റ്റ്. അതായത് മാക്സ് കുഷൻ വരുന്നത്. മാക്സ് കുഷൻ വരുന്ന ഷൂസ് എടുത്താലുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് റണ്ണിങ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷിൻ പെയിൻ പോലത്തെ സംഭവങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം അതിൻ്റെ സോഫ്റ്റ് കുഷൻ ആയതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് അബ്സോർപ്ഷൻ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് റണ്ണിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. പക്ഷേ ഡെയിലി ട്രെയിനേഴ്സ് ഒരിക്കലും ഒരു റേസിന് പറ്റിയ ഷൂസ് അല്ല, കാരണം അത് കുറച്ചും കൂടെ ഹെവി ആയിരിക്കും ഈ കുഷനൊക്കെ എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ. പക്ഷേ നിങ്ങൾക്ക് ഈസി റൺസ്, ലോങ് റൺസ്, ഹാഫ് മാരത്തോൺ പോലത്തെ ഡിസ്റ്റൻസസ് വരെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി ട്രെയിനേഴ്സ്. ഡെയിലി ട്രെയിനേഴ്സിൻ്റെ ആകെ ഉള്ളൊരു ഡൗൺ സൈഡ് ഇത് പ്രോപ്പർ റേഷ്യോ അല്ല, കാരണം ഹെവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ എനർജി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ട്രെയിനേഴ്സിൻ്റെ കൂടെ ഒരു റേഷ്യോയും കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ബഡ്ജറ്റ് പ്രശ്നമില്ലാത്തവർക്ക് മാത്രമാണ് ശരിക്കും ഈ ഓപ്ഷൻ ഫീസിബിൾ ആയിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ 1000 മുതൽ 2000, 2000 മുതൽ 3000 അങ്ങനെ പല പല പ്രൈസ് റേഞ്ചിലുള്ള ഷൂസിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് എൻ്റെതായിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് 1000-നും 2000-നും ഇടയിലുള്ള ബെസ്റ്റ് ഷൂസ് ഏതാണ്, അല്ലെങ്കിൽ 2000-നും 3000-നും ഇടയിലുള്ള ബെസ്റ്റ് റണ്ണിങ് ഷൂസ് ഏതാണ്, ആ ടൈപ്പ് വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. റണ്ണിങ് ഷൂസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജായിട്ടോ കമൻറ്റായിട്ടോ ആഡ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ റണ്ണേഴ്സിന് വേണ്ടിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.